ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട്? എല്ലാം സുഖമായിട്ടിരിക്കുകയാണോ? ഞങ്ങളും സുഖമായിട്ടിരിക്കുക കേട്ടോ. അപ്പം ഹോസ്പിറ്റലിൽ വന്നിട്ട് ഇന്ന് 5ാമത്തെ ദിവസമാട്ടോ. 5 ദിവസത്തെ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞു. അപ്പം ഇന്ന് വൈകുന്നേരം ലാസ്റ്റ് ആൻറ്റിബയോട്ടിക്കും കൂടി എടുത്തിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പറക്കാം ഗൈസ്. താതപ്പൻ ഇവിടെ ഉണ്ട് ഗൈസ്. താതപ്പൻ എൻ്റെ പുറത്തെല്ലാം പിടിച്ച് നിൽക്കുന്നുണ്ട്. എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ കേട്ടോ. ഉറക്കമൊന്നും അങ്ങോട്ട് ശരിയായിട്ടേ ഇല്ല. ഒരു ദിവസം മര്യാദയ്ക്ക് ഉറങ്ങി. പിന്നെ യാദൂട്ടനും പിള്ളേരൊക്കെ നല്ലപോലെ ഉറങ്ങി. എനിക്ക് ഒരു സൈഡ് തളർന്ന പോലെയുള്ളത്. ചെറിയ കട്ടിലൊക്കെ ആയതുകൊണ്ട് തന്നെ അവന് കുമ്പിട്ട് കിടക്കണം, തിരിഞ്ഞു കിടക്കണം, മറിഞ്ഞു കിടക്കണം. അപ്പൊ അതിനുള്ള സ്പേസ് ഇല്ലാത്തത് കൊണ്ട് കരച്ചിലും ബഹളം അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഒരു 5 ദിവസം, 4 ദിവസം അന്ന് നല്ലപോലെ ഉറങ്ങിയായിരുന്നു. അവരെങ്ങനെങ്കിലും ഉറങ്ങും, ഞാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. താതപ്പനെ കാണണോ നിങ്ങൾക്ക്? താതപ്പന് പാമ്പേഷനിൽ ഇട്ടിട്ടാണുള്ളത്. ഇതാ താതപ്പന് ചിരിക്കുന്നില്ല. ചിരി നോക്കണേ ഗൈസ്, ചിരി നോക്കണേ ഗൈസ്. ഒരു തന്നെയാണ് കണ്ടോ ഗൈസ്, ഒരു പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ. ഇതാ വേണ്ട മറന്നുപോയി, ഒരു പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് ദിവസമൊക്കെ. അപ്പൊ ഗൈസ്, അപ്പൊ വീഡിയോസ് ഒക്കെ കുറച്ച് കുറവായിരുന്നു അല്ലേ? നിങ്ങൾക്ക് എന്നെ മിസ് ചെയ്തോ, അതോ ഞാനിടുന്ന വീഡിയോസ് ബോറടിക്കുന്നുണ്ടെങ്കിലും അത് കമന്റിൽ ഇടണം. അതുപോലെ എന്നെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു കമന്റിൽ ഇടണം ഗൈസ്. അപ്പം വീഡിയോ കണ്ടിട്ട് പോകുന്നവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തിനാണ് സബ് ചെയ്യാൻ പഠിക്കുന്നത്? അതുപോലെ ഒരു ലൈക്കും കമന്റും തരുന്നതിന് പഠിക്കൊന്നും വേണ്ട ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ടാണല്ലോ നമ്മളുടെ വിജയം. അപ്പൊ എല്ലാവരും ഫുൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് കാണണ്ടേ? ഇന്നത്തെ വിശേഷങ്ങൾ വീട്ടിലേക്ക് പോകുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അതൊക്കെ നമുക്ക് കണ്ടാല് കിടക്കുന്നുണ്ട് ഗൈസ്. കാണാൻ പറ്റുമെന്നറിയാം. ഓട്ടക്കുള്ളിൽ പോയി ഗൈസ്. ഓട്ടക്കുള്ളിൽ പോയി കുഞ്ഞൻ. എല്ലാരും വന്ന് ഇവിടെ ഇരുന്നിട്ടുണ്ട് ഗൈസ്. ഹലോ പറയ എല്ലാരും. ഹലോ 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 ഹലോ. നോക്കണേ ഗൈസ്, എന്ത് അവസ്ഥ. ആരുമില്ല ഗൈസ്, എന്റെ മക്കൾ മാത്രം. നല്ല കുഴപ്പമില്ല, അടിപൊളിയാ. അതൊക്കെ പതിയായിട്ടില്ല ഗൈസ്. ഒക്കെ പതിയായിട്ടേ ഇല്ല. ഏട്ടനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നു. ഏപ്രിലിൽ വന്ന് വിഷുവിന് വന്നിട്ട് പോയതാ. പക്ഷെങ്കില് എന്തോ കുറേ ആയ പോലെ തോന്നുന്നു. ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഏട്ടനെ. അതുമ്മ കൈ കാണിച്ചു കൊടുത്ത ഹൈപ്പ് അടിച്ചമ്മ. എങ്ങനെ ഹൈപ്പ് അടിക്കാം ബാക്കി പിന്നെ കാണാം. ഞാനില്ലേ ഡോക്ടർ വന്നിട്ട് ചായ കുടിക്കാന്ന് വിചാരിച്ചത് ഞാൻ നിൽക്കുകയായിരുന്നു. പക്ഷെങ്കിൽ ഡോക്ടർ ഇന്ന് ലേറ്റ് ആകുന്നു. താഴെ കുറെ പേഷ്യൻസ് ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ എപ്പോഴാ വരുവാന്നറിയില്ല. വിശക്കുന്ന ഗൈസ്, വിശക്കുന്ന. കുഞ്ഞാറ്റേനും അതൊരു മാങ്ങ കൂളാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. യാദൂനാണെങ്കിൽ നല്ല ഉറക്കവും വരുന്നുണ്ട്. യാദൂനെ ഒരാട്ട് തൊട്ടി കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇടത്താണ് ഇപ്പൊ രാവിലെയും വൈകുന്നേരമൊക്കെ ഉറങ്ങുന്നത്. അത്യാവശ്യം ഒരു 1.5 മണിക്കൂർ ഉറങ്ങും കേട്ടോ. ഇതിനകത്ത് കിടത്തി ഇങ്ങനെ ആട്ടിക്കഴിഞ്ഞാല് ഉറങ്ങിക്കോളും ഗൈസ്. വിശന്ന് പണ്ടാരടങ്ങുന്ന ചായ. ഇപ്പൊ ഒരു കപ്പ് ചായ കുടിക്കുന്നില്ലേ? ചായ കുടിക്കാൻ മുട്ടുന്നു ഗൈസ്. വല്ലാത്ത മുട്ടൽ. ഡിസ്ചാർജ് എന്തായാലും ഇന്ന് ഉണ്ടാവും കേട്ടോ. ഡിസ്ചാർജിന്റെ അതിന് ഡോക്ടർ വന്നിട്ടൊന്ന് കണ്ടിട്ട് സാവകാശം പോയി തിന്നിട്ട് വരാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെങ്കിൽ സമ്മതിക്കുന്നില്ല ഡോക്ടർ. തിരക്കുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഡോക്ടറേയും പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല ഡോക്ടറാട്ടോ. പിന്നെ സ്കൈ ഹോസ്പിറ്റൽ മാറ്റി സഹാനി ഹോസ്പിറ്റലിൽ നിന്നാണ് കേട്ടോ. പേരൊന്നും മാറ്റിയിട്ടില്ല, അതൊക്കെ ഉടനെ മാറുമായിരിക്കും. ഡോക്ടർ അരുൺ KV, അരുൺ ഡോക്ടറാട്ടോ. നല്ല ഡോക്ടറാണ്. അങ്ങനെ ഡോസ് കൂടിയ മരുന്നോ കാര്യങ്ങളോ ഒന്നും ഡോക്ടർ തരൂല. മാക്സിമം ഡോക്ടർ നോക്കിയിട്ട് തീരെ പറ്റിയില്ലെങ്കിൽ അങ്ങേ അറ്റത്താണെങ്കിൽ മാത്രമേ ഡോക്ടർ അഡ്മിറ്റ് ആക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല ഡോക്ടറാട്ടോ. പിന്നെ എല്ലാ കാര്യവും വിശദമായിട്ട് പറഞ്ഞു തരും നമുക്ക്. അതൊക്കെ നല്ല ഉറക്കം വരുന്നുണ്ടോ തിരുമല് കണ്ണ്. അപ്പോൾ ഉറക്കട്ടെ. അത് പറഞ്ഞു വന്നത് ഡോക്ടർ നല്ല ഡോക്ടറാട്ടോ. ഡോസ് കുറഞ്ഞ് തരുന്നത് കൊണ്ട് തന്നെ മെല്ലെ കുറയുള്ളൂ. പക്ഷെങ്കിൽ കുറഞ്ഞ് കിട്ടും, കുഴപ്പമൊന്നുമില്ല.
എന്താ പറയണ്ട. പിന്നെ റൂമും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. ഇൻഷൂറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സെറ്റാണ് ഗൈസ്, ഒരു രക്ഷയില്ല. പിന്നെ എൻ്റെ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് ആരും അഡ്മിറ്റ് ആവാണ്ടിരിക്കട്ടെ. കാരണം കുഞ്ഞുമക്കളെയും കൊണ്ടൊന്നും ആവില്ല. നമുക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല, പിന്നെയാണ് മക്കൾക്ക്. അപ്പം അതുകൊണ്ട് ആർക്കും ഒരു രോഗവും വരാണ്ട് ആയുസോടെ ആരോഗ്യത്തോടെ ഇരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ ചായ കുടിക്കാൻ പോകുന്നതിൽ കാണിക്കുന്നുണ്ട്, ഇപ്പോൾ കാണിക്കുന്നുണ്ട്. പ്രശ്നമാണ് രോഗം. കീത്ത് വന്നിട്ടുണ്ടായിരുന്നു, അപ്പൊ കീത്ത് കൊണ്ടുവന്ന് വാങ്ങിയാട്ടോ. എന്തൊക്കെ മച്ചാ നല്ല നേരം കഴിച്ചു. കഴിച്ചിട്ട് വരാം കേട്ടോ, കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പം ഇന്ന് വൈകുന്നേരം ഡിസ്ചാർജ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഡോക്ടർ വന്ന് ഡോക്ടർ പുറകെ തന്നെ ഇറങ്ങിയിട്ടോ. ഫുഡ് കഴിക്കാൻ 12:30 ഏകദേശം. നമ്മൾ അവിടെ ഉണ്ടായിരുന്ന മാങ്ങയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹോർലിക്സ് അതായത് കുടിക്ക് എന്നിട്ട് വരാം. അവർക്ക് ചോറ് വേണ്ട, ചായ മതി. ഇടൂ കയ്യല്ലേ വെച്ച്. അപ്പോൾ ദാദുവിനെ കൊണ്ടിരുന്ന വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചോറ് വന്നിട്ടുണ്ട് ഗൈസ്. ഞാൻ ചോറ് കഴിക്കട്ടെ കേട്ടോ. ഇതാണ് ഇന്നത്തെ ലഞ്ച്. ഇവർക്ക് ആയിരിക്കും വേണ്ട, തിന്നണ്ട. അല്ലാണ്ട് ഇപ്പം ഞാൻ പറയണ്ടേ, വേണ വേണ്ടല്ലേ, തിന്നണ്ട. കഴിച്ച് വന്നിട്ടില്ലേ. ഞാൻ യാതുമോന് കുറുക്കൊക്കെ ആക്കി, യാതുമോന് കുറുക്കൊക്കെ കൊണ്ട് നടന്ന് കൊടുത്ത് അതിന് ശേഷം എനിക്ക് നല്ല ഉറക്ക ക്ഷീണമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നല്ല പോലെ കയറി കിടന്ന് ഉറങ്ങി കേട്ടോ. പിള്ളേര് അതിൽക്കൂടിയൊക്കെ നടക്കുന്നുണ്ട്. നഴ്സുമാരുള്ളതുകൊണ്ട് തന്നെ എനിക്കത് പേടിക്കാനില്ല. ഭയങ്കര നഴ്സുമാര്. അപ്പം ഭയങ്കര കമ്പനിയാണ്. അവരോട് കത്തിയടിച്ച് നിന്ന് വർത്താനം പറയുന്നുണ്ട്. എഴുന്നേറ്റ് വന്നില്ല, പകുതിയെ കാണിക്കാനാവും ഗൈസ്, പകുതിയെ പൊക്കാനാവും. കാരണം നമുക്ക് അരിക്ക് തഴോട് തുണിയില്ല ഗൈസ്, അരിക്ക് തഴോട് തുണിയില്ല. ഓയ് പണ്ടാര മുടി, മുടി നല്ല നച്ച മുടി വരുന്നുണ്ട് ഗൈസ്. അമ്മേനെ പോലെ തന്നെ കോലമുടി വരുന്നുണ്ട്. ഒരു വയസ്സാകുമ്പോഴത്തേക്ക് നല്ലോണം മുടി വരും ഗൈസ്. ഞാൻ ജനൽ തുറന്നിട്ടിട്ടുണ്ട്. അപ്പം അടുത്ത കാഴ്ച ഇങ്ങനെ കാണുന്നുണ്ട് ഗൈസ്. അധികം താത്താനാവൂല. നല്ല കാലാവസ്ഥ. അപ്പം ഈ കാലാവസ്ഥയോടും ഈർപ്പിനോടും ഒക്കെ നമ്മൾ ഇന്ന് ഇവിടെ പറയും ഗൈസ്. ഇനി വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. അഡ്മിറ്റ് ആവാണ്ടിരിക്കട്ടെ, രോഗങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ. അപ്പൊ യാതൊരു പെർഫെക്റ്റ്ലി ഫുൾ ഓക്കെ ആയിട്ടുണ്ട്. ഈ സാധനം കൂടി ഒന്ന് ഊരി ചാടിയാൽ മാത്രം മതി ഗൈസ്, വേറെ പ്രശ്നമൊന്നുമില്ല. വന്നിട്ടുണ്ട് എടിയനും അത് നമ്പർ 219 എന്തേലും അവിടെ ഒരു ചെക്കനില്ലേ കൂടെ കളിക്കുന്നുണ്ടായിരുന്നു. ചെക്കൻ്റെ അമ്മേന്റെ കൂടെ കമ്പനി. ആ വാവ ഒറ്റക്ക് കിടക്കണം. 4 മാസമായിട്ട് ഒറ്റക്ക് കിടന്ന് സംസാരിച്ച് ഞാൻ തിരിഞ്ഞു പോയി. അവരപ്പുറത്തെ റൂമിലെ ആൾക്കാരുമായിട്ട് കുറച്ച് കമ്പനി ആയിട്ടുണ്ട് കേട്ടോ. അൽവീൻ്റെ ഒക്കെ കോലം കണ്ടാൽ കാട്ടുമൊക്കെ മാറി നിൽക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി എന്താ ഡിസ്ചാർജ് പരിപാടി ആയിരിക്കും. ഇനിയിപ്പോൾ ചായ കുടിയൊന്നുമില്ല. ഇനിയിപ്പോൾ ഡിസ്ചാർജിൻ്റെ കാര്യങ്ങളെല്ലാം അവർ നോക്കുന്നുണ്ടാവും. ഇനിയിപ്പോൾ ഞാൻ നോക്കട്ടെ, ബാക്കി കാര്യങ്ങളെല്ലാം ചോദിച്ചു നോക്കട്ടെ എന്തായി എങ്ങനെയായി എന്നൊക്കെ ചോദിച്ചു. ഒരു ഫോറം തന്നിട്ടുണ്ട്, ഇത് കണ്ടോ. അപ്പോൾ ആശുപത്രിയെ കുറിച്ചിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നാ റിസപ്ഷൻ സ്റ്റാഫിന്റെ പെരുമാറ്റത്തെ കുറിച്ചിട്ടും ഡോക്ടറുടെ പരിചരണത്തെ കുറിച്ചിട്ടും അങ്ങനെ കുറച്ച് എഴുതിയിട്ടുള്ള ഒരു ഫോറമാണ്. അത് ഫില്ല് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അത് ഫില്ല് ചെയ്ത് കൊടുക്കണം. ആദ്യം ഫില്ല് ചെയ്ത് കൊടുക്കട്ടെ. അതൊക്കെ ഞാൻ പൂരിപ്പിച്ചു കൊടുത്തു കേട്ടോ. ഇനിയിപ്പം അവര് മറ്റേ ഇതിന് ഇൻഷുറൻസിന്റെ ഇത് ക്ലെയിമിൽ കൊടുക്കണമെങ്കിൽ ഇത് മരുന്ന് മേടിച്ചിട്ട് വരണം. ഈ മരുന്ന് മേടിച്ചിട്ട് കൂടി ബില്ലാക്കിയാലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ചെറുപ്പളേ നോക്കാം. അപ്പുറത്തെ റൂമിൽ ആരുമായിട്ട് കുഞ്ഞായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു 4 മാസമുള്ള ഭാവിയുണ്ട്. അപ്പോൾ നമുക്ക് മരുന്ന് മേടിച്ചിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ ഗൈസ് അങ്ങനെ ബില്ലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ കാണുന്നുണ്ടോ, 17,443 ഗൈസ്. ഇത് നോക്കട്ടെ ചേച്ചി, നോക്കട്ടെ.
കഴിഞ്ഞേ എന്റെ കുട്ടീന്റെ ഇത് കഴിഞ്ഞേ. നല്ല കുട്ടിയായിരുന്നേ. നല്ല കുട്ടിയായിരുന്നേ. കുറച്ചു നേരം ഒന്ന് അമർത്തി പിടിക്കണേ. അതാ പേപ്പർ തിന്നല്ലേ അത് കേട്ടേച്ചി. ഇവിടെ തിന്നല്ലേ അതൊക്കെ പേപ്പർ ഇതൊക്കെ കയ്യിന്റെ ബാക്കി ഇതാ ക്രീമിലെ സാധനത്തിലൂടെയാണ് മരുന്ന് പോലും. ഗായ്സ്, അപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ടോ. അതിനിടയ്ക്കുള്ളതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്നറിയോ, ഓട്ടപ്പച്ചിലായിരുന്നു. ഒന്നാമത് ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ ഇൻഷൂർ ക്ലെയിം ഞാൻ സ്റ്റാർ ഹെൽത്തിൻ്റെ ഇൻഷൂർ ഏട്ടൻ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലെയിമും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ ബില്ലടയ്ക്കാൻ അങ്ങനെ കുറേ ഓട്ടപ്പാച്ചിലുണ്ട്. അതിന് പാഞ്ഞത് കൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ പെട്ടെന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അതിനിടയ്ക്ക് എടുത്തൊരു ക്ലിപ്പാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. ഞാൻ അതിൻ്റെ കയ്യിൽ നിന്ന് ക്യാൻഡില ഊരിയെടുക്കുന്നത്. അങ്ങനെ ഫുഡ് ഇവിടെ വന്നിട്ട് ആക്കാൻ പറ്റാത്തതുകൊണ്ട്, സമയമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, മാടത്തിൽ നിന്ന് നല്ല തട്ടുകടയുണ്ട്, അവിടെ നിന്നാണ് നമ്മൾ സ്ഥിരം കഴിക്കുന്നത്. അപ്പോൾ അവിടുന്ന് പൂരിയും കറിയും ചായയൊക്കെ കഴിച്ചിട്ടാട്ടോ ഞങ്ങൾ വന്നത്. അപ്പം യാദൂട്ടനെ വന്നപ്പോൾ ഉറങ്ങിയായിരുന്നു. ഇപ്പോൾ എഴുന്നേറ്റ് കളിക്കും. അവനെ ഇനിയിപ്പോൾ നല്ല രീതിക്ക് ഒന്ന് കുളിപ്പിക്കണം. അപ്പം അവന് ഭയങ്കര വിശപ്പ്. അതിനിടയ്ക്ക് ഞാൻ ഫ്രിഡ്ജൊന്നും കറണ്ട് ഇടിവെട്ടിയപ്പം മഴയൊക്കെ പെയ്ത സമയത്ത് ഫ്രിഡ്ജൊക്കെ ഓഫായി പോയായിരുന്നു. അപ്പോൾ ഇവരും ഇവിടെ ഇല്ലല്ലോ, ആരും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഫ്രിഡ്ജൊക്കെ ഓഫായിരുന്നു ഗൈസ്. മൊത്തം ചീഞ്ഞ് പുളിച്ച് നാറി ഒരു പൈത്യവത്തിലായിട്ടുണ്ട്. അപ്പോൾ യാതുവാണെങ്കിൽ ഭയങ്കര കരച്ചിൽ, ഇപ്പോൾ കരയുന്നുണ്ട്. മീൻസ് വിശന്നിട്ട് അത് ആക്കാനുള്ള ഒരു ഇതില്ല, സമയമില്ല. എനിക്ക് വാഷിംഗ് മെഷീനിലെല്ലാം തുണി ഇടാനുണ്ട്, ഒരുപാട് പണിയുണ്ട്. അപ്പം പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഫോമിൽ ഇച്ചിരി എൻ്റെ മോന് കൊടുക്കണം. കുഞ്ഞി ചെക്കനും ഫോർമുല കൊടുക്കട്ടെ ഗൈസ്. ആക്കിക്കൊണ്ടിരിക്കുന്നു. ബ്രസ്റ്റ് ഫീഡാണ് കൂടുതലും കൊടുക്കാറ്. ഫോർമുല ഇങ്ങനത്തെ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ മാത്രം ആണ് ഞാൻ കൊടുക്കല്, അല്ലാണ്ട് സ്ഥിരം കൊടുക്കുന്നതല്ല ഗൈസ്. അല്ല ദതുമ്മ ഉണ്ട് ഗൈസ് ഇവിടെ. ദതുമ്മക്ക് ഡ്രസ്സ് ഉണ്ടാവില്ല. അരിക്കട്ടായിട്ട് ഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ട് മൊത്തം കാണിക്കാനാവൂല. എനിക്കിനി സ്ട്രൈക്ക് മേടിക്കാൻ താല്പര്യമില്ല. സ്ട്രൈക്ക് അല്ല, വാണിങ് മേടിക്കാൻ താല്പര്യം വേണ്ട. അമ്മിന്റെ തലയെ കയറിയിട്ട് ഞാൻ തുടിപ്പിക്കുമ്പോ എന്തോ ശരിയാതിരിക്കുന്നത്. കുറഞ്ഞു കേട്ടോ, നന്നായിട്ട് കുറഞ്ഞു. യാദുമോന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച എല്ലാവർക്കും താങ്ക് യു. വേണ്ട, എനിക്ക് യാദുവിന് പാല് ആക്കാൻ വേണ്ടിയിട്ട്. സാരമില്ല. യാദുവിന് എനിക്ക് കൊടുക്കണ്ടേ. ഗായ്സ്, പിറ്റേ ദിവസമായി കേട്ടോ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചേ. പക്ഷെ എങ്കിൽ എന്താ പറയണ്ടേ, എന്തൊക്കെയോ അങ്ങോട്ട് തിരക്കായിപ്പോയി. പിന്നെ അങ്ങോട്ട് എടുക്കാനുള്ള ഒരു സമയം കിട്ടിയില്ല സത്യം പറഞ്ഞാല്. അപ്പോൾ എന്താ പറയണ്ടേ, 2 ദിവസത്തെ വ്ളോഗ് ആയിരിക്കും. 2 ദിവസമൊന്നുമില്ല. ഇന്നിനിയിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒന്നും എടുക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മെസ്സായിട്ട് കിടക്കുക ഗൈസ് വീട്. എനിക്കത് അങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ എനിക്ക് തൃപ്തിയാവുന്നേ ഇല്ല. അപ്പം മൊത്തത്തിൽ ഒന്ന് ഡീപ്പ് ക്ലീന് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പം യാദുമോനെ അതിൻ്റെ ഇടയ്ക്ക് നോക്കണം, പിന്നെ ഫുഡും കാര്യങ്ങളാക്കണം. അതിന് നടുക്ക് വ്ളോഗും കൂടി ആകുമ്പോൾ എനിക്ക് എല്ലാം കൂടി അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരെ. എപ്പോഴും ഈ അടിച്ചു വാരല്, ക്ലീനിങ് അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ബോറടിക്കൂലേ നിങ്ങൾക്ക്? അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഇനിയിപ്പം നല്ല വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. ഞാൻ പറഞ്ഞു ഓൾറെഡി, ഞാൻ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങളോട്, ഡെയിലി എനിക്ക് വ്ളോഗ് ഇടാൻ പറ്റിയില്ലെങ്കിലും ഒരു 2-3 ഡേ കഴിയുമ്പോൾ ഞാൻ ഇടും എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. കണ്ടിന്യൂസ്ലി ഇടണം എന്നുണ്ട്. പക്ഷെങ്കിൽ അതിൻ്റെതായ രീതിയിലുള്ള കോണ്ടന്റും കാര്യങ്ങളും കിട്ടണം നമുക്ക്. അല്ലാണ്ട് വെറുതെ നിങ്ങളെ ബോറടിപ്പിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അപ്പം അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. കാരണം വൈൻഡപ്പ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് എടുത്താൽ പൊന്താത്ത കുറേ പണിയുണ്ട് ഗൈസ്. അപ്പം എനിക്ക് വീടൊന്ന് ക്ലീൻ ആക്കണം. അതിനിടയ്ക്ക് എൻ്റെ മക്കളെ കാര്യം, ഫുഡാക്കൽ എല്ലാം കൂടി ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് ഞാൻ നല്ല നല്ല വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അപ്പം മറക്കാണ്ട് വെയിറ്റ് ചെയ്യുക. അതുപോലെ എല്ലാവരും ഫുൾ സപ്പോർട്ട് തരിക. കാണുന്നവർ, വീഡിയോസ് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.